എന്തോറെ ഗിഫ്റ്റുകളാ. വേഗം തുറന്ന് നോക്കിടാ. പ്ലേ സ്റ്റേഷൻ ഒക്കെ ഉണ്ടാകും. പ്ലേ സ്റ്റേഷൻ പൊട്ട ഗിഫ്റ്റ് ആണ്. എന്താടാ ഇത്ര ചെറിയ ഗിഫ്റ്റ്? തുറന്ന് നോക്കടാ, വല്ല വെറൈറ്റി ഗിഫ്റ്റ് ആയിരിക്കും. അടാ ഇതൊരു ബുക്കല്ലോ. ഈ ഫോട്ടോ വീട്ടിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇതെന്നാ ഈ കവറിന് മേലെ എഴുതിയത്? പൂതപ്പാട്ട്. അതെന്താ ഈ ഭൂതം? ഭൂതം പറഞ്ഞ ഗോസ്റ്റ് അല്ലേ? അയ്യോ, ഇത് ഹോറാണോ? ആ, നാട്ടിൽ മുത്തശ്ശി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മളെ ഭൂതം പിടിക്കും, കണ്ണ് പൊട്ടിക്കും എന്നൊക്കെ. നമ്മളെ പേടിപ്പിക്കാനാണോ ഈ പുസ്തകം തന്നത്? എന്താടാ ഇത് ഒരു പുസ്തകം പിടിച്ചു നിൽക്കുന്നത്? ആരോ നമ്മൾക്ക് തന്നൊരു പുസ്തകമാണ്. നമ്മളെ പേടിപ്പിക്കാനാന്ന് ഒരു സംശയം. ഇത് ഗോസ്റ്റിനെ പറ്റിയാന്ന്. ഗോസ്റ്റോ? നോക്കട്ടെ. ഓ, ഇത് ഭൂതപ്പാട്ടല്ലേ? ഭൂതം ഭൂതം. എടാ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭൂതമല്ല. കുട്ടികളോട് ഇഷ്ടമുള്ള, കുട്ടികളോടൊത്ത് കളിക്കുന്ന ഭൂതമാണിത്. അങ്ങനത്തെ ഒരു ഭൂതം ഉണ്ടോ? ആ, അങ്ങനെയൊരു ഭൂതമുണ്ട്. കുട്ടികളുടെ കൂടെ കളിക്കുന്ന ഭൂതത്തിന്റെ കഥ ഒന്ന് പറഞ്ഞു തരോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഭൂതത്തെ പറ്റിയൊരു പാട്ട് കേട്ടോളൂ. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ? കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ? അയ്യയ്യ വരവം വിളിപ്പൂങ്കല മെയ്യിലണിഞ്ഞ കരിമ്പൂതം. അയ്യയ്യ വരവം വിളിപ്പൂങ്കല മെയ്യിലണിഞ്ഞ കരിമ്പൂതം. നമുക്ക് ഒന്നിച്ച് കളിക്കാം. ഞാൻ എണ്ണ 1 2 3 4 5 6 7 8 9 10. കുട്ടീനെ കണ്ടേ? അമ്മൂനെ കണ്ടേ? അയ്യോ, ഉണ്ണീനെ കണ്ടേ? ഇനിയും നമുക്ക് കുട്ടിയും കോല കളിക്കാം. ആരുണ്ട്? ഞാനുണ്ട്. ഞാനുമുണ്ട്. എടാ മക്കളെ, നിക്കടാ. നിങ്ങളുടെ കൂടെ കളിക്കാൻ വേണ്ടിട്ടല്ലയോ? ഞാനൊന്നും ചെയ്തില്ലല്ലോ അവരെ. ഞാൻ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി മാത്രമല്ലയോ? എടാ മക്കളെ, നിക്കടാ. അമ്മയുടെ പൊന്നു മോനല്ലേ, ഇതുകൂടി ഒന്ന് കഴിക്കണം. എനിക്ക് വേണ്ട. ദേ, ഇല്ലേ ഞാനിത് ചക്കിപ്പൂച്ചയ്ക്ക് കൊടുക്കും ട്ടോ. ചക്കി ഓടി വായോ. ഇത് കാക്കച്ചിക്കാണ്. കാക്ക എങ്ങനെയാ കരയാ? അങ്ങനെ കാക്ക പാറി പാറി വന്ന് ആ ആ ആ ആ ആ. ദേ, പള്ളിക്കൂടത്തിൽ പോവാൻ കൂട്ടുകാരെല്ലാം എത്തിയല്ലോ. വേഗം ചെന്നേ. എടാ നോക്കിയേ, എത്ര മാങ്ങ. നമുക്ക് എറിഞ്ഞാലോ? അയ്യോ, പള്ളിക്കൂടത്തിലെ മണി അടച്ചു. വാ, വേഗം പോവാം. അയ്യോ, അമ്മ. ഈ വേഷത്തിൽ എന്നെ കണ്ടാലോ പേടിച്ചാലോ?
വേഷം മാറിയേക്കാം. അയ്യോ മോനെ കാല് വേദനിച്ചോ? സാരില്ല, അതിനൊന്നും പറ്റിയില്ലല്ലോ മോനെ. നോക്കി അവിടെ ഒരു മാങ്ങയുണ്ട് മാവില്. മാങ്ങ വേണോ മോനെ? വായോ നമുക്ക് പോയി നല്ല പഴുത്ത മാങ്ങയുണ്ടോ നോക്കാം. വാ. അതെ നോക്കി, എഴുന്നള്ളത്തിന്റെ സമയമായി. അവിടെ ആനയും ചെണ്ടയും ബലൂണും കളിപ്പാട്ടും എന്തൊക്കെയാ വരുന്നത് നോക്കിയേ. മോൻ എന്താ ഇഷ്ടം, കളിപ്പാട്ടാണോ ബലൂണാണോ? എനിക്ക് ബലൂൺ മതി. ആ എന്നാ വായോ നമുക്ക് പോയി വല്ല ബലൂൺ, നല്ല നിറത്തിലുള്ള ബലൂൺ. ഏത് നിറം വേണ്ട മോന്? ചുമപ്പ് വേണോ, പച്ച വേണോ, നീല വേണോ? ആ നീല മതി അല്ലേ? അപ്പൊ നമുക്ക് പോയി നീല ബലൂൺ വാങ്ങിക്കാം. വായോ. അല്ല മക്കളെ, ഉണ്ണി എവിടെ? അതിന് ഉണ്ണി പള്ളിക്കൂടത്തിൽ വന്നില്ലല്ലോ. അയ്യോ, പിന്നിത് എവിടെ പോയി? കാലത്ത് പള്ളിക്കൂടത്തിലേക്ക് പോയതാണല്ലോ. രാവിലെ കളിക്കാൻ വന്നിരുന്നു, പിന്നെ ഉണ്ണിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. ദൈവമേ, എന്റെ കുഞ്ഞിത് എവിടെ പോയി? കാലത്ത് പള്ളിക്കൂടത്തിലേക്ക് പോയതാണല്ലോ. ഞാനിത് ആരോട് പോയി ചോദിക്കും? എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിത് എവിടെ പോയി? വാ നമുക്ക് പോവാം. ഉണ്ണി, 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 ഉണ്ണി. ഉണ്ണി എങ്ങോട്ടാ പോകുന്നേ? നമുക്ക് കളിക്കണ്ടേ? ഉണ്ണി എന്റെ കൂടെ കളിച്ചാ മതി. വേണ്ട, ഇനി ഞാൻ അമ്മയോടൊപ്പം കളിച്ചോളാം. ഞാൻ നിനക്ക് നീല നിറത്തിലുള്ള ബലൂൺ എല്ലാം വാങ്ങി തന്നതല്ലേ. നമുക്കേ മണ്ണപ്പം ചുട്ട് കളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, കുട്ടിയും കോലും കളിക്കാം. അതും വേണ്ടെങ്കിൽ നമുക്ക് ഒളിച്ച് കളിക്കാം. വായോ. വേണ്ട, ഇനി ഞാൻ അമ്മയോടൊപ്പം കളിച്ചോളാം. അയ്യോ, എന്റെ ഉണ്ണി ഒന്നും ചെയ്യില്ലേ? ഞാനൊന്നും ചെയ്യില്ല, നീ തിരിച്ചു പൊക്കോ. എനിക്ക് ഈ ഉണ്ണിയെ തന്നാ മതി. എന്തായി പറയുന്നു? ഉണ്ണി തരാനോ? വേറെ എന്ത് വേണമെങ്കിലും നീ എന്നോട് ചോദിച്ചോ, ഞാൻ തരാം. അതെന്റെ കുഞ്ഞല്ലേ. അത് വേണ്ട, എനിക്ക് ഈ കുട്ടിയെ മതി. ഞാൻ നിനക്ക് പകരം വേറെ എന്ത് വേണമെങ്കിലും തരാം. എനിക്ക് എന്റെ ഉണ്ണിയെ മാത്രം മതി, വേറെ ഒന്നും വേണ്ട എനിക്ക്. കണ്ണെത്താ ദൂരത്തോളം നിലം വേണ്ട, ഇട്ടുമൂടാനുള്ള പൊന്ന്, വേണ്ടേ വേണ്ട. രാജ്യം, പദവി, നിനക്ക് പണിക്കാർ, വേണ്ട, എനിക്ക് എന്റെ ഉണ്ണിയെ മാത്രം മതി. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കുറ്റികണക്കങ്ങോ നിന്നാളമ്മ. കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം, കണ്ണീരാലൊക്കെ കെടുത്താളമ്മ. നരിയായും പുലിയായും ചെന്നു ഭൂതം, തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. നീ തിരിച്ചു പോകുക. നിനക്കൊരിക്കലും നിന്റെ കുട്ടിയെ കിട്ടില്ല. അയ്യോ, എനിക്ക് എന്റെ കുട്ടിയെ കിട്ടിയേ തീരൂ. ഞാനില്ലാതെ അവനും, അവനില്ലാതെ എനിക്കും പറ്റില്ല. നിനക്കൊരിക്കലും അവന്റെ അമ്മയാവാൻ സാധിക്കില്ല. ആര് പറഞ്ഞു? ഞാൻ അവന് നിന്നെ പോലെ പാട്ട് പാടിക്കൊടുക്കും, കഥ പറഞ്ഞു കൊടുക്കും, കൂടെ കളിക്കും, ഭക്ഷണം കൊടുക്കും. ഭൂതമേ, നിനക്കൊരിക്കലും അവൻ്റെ അമ്മയാവാൻ സാധിക്കില്ല. അമ്മയെപ്പോലെ അവനെ സ്നേഹിക്കാൻ പറ്റില്ല, തിരിച്ചു ഉണ്ണിക്കും പറ്റില്ല. അമ്മാ, ഇല്ല, നീ എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ണിയെ തരില്ല. ഭൂതമേ, എൻ്റെ ഉണ്ണിയില്ലാതെ ഞാൻ ഇവിടം വിട്ടു പോകില്ല. ഓ ശരി, നീ എന്നെക്കാളും ഉണ്ണിയെ സ്നേഹിക്കുന്നു എന്ന്
എനിക്ക് ബോധ്യമാവണം. ചോദിച്ചോ, നീ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ. എന്റെ ഉണ്ണിക്ക് പകരം ഞാൻ എന്ത് വേണമെങ്കിലും നൽകാം. ശരി, ഞാൻ നിനക്ക് നിന്റെ കുട്ടിയെ തരാം. പകരം നീ എനിക്ക് നിന്റെ കണ്ണുകൾ തരണം. കണ്ണുകളോ? തരാം, എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എന്റെ കുഞ്ഞിനെനിക്ക് തിരിച്ചുതാ എന്റെ ബോധമേ. കണ്ണില്ലാത്ത അമ്മയ്ക്ക് ഞാൻ എന്തിന് എന്റെ ഉണ്ണിയെ കൊടുക്കണം? ഉണ്ണിക്ക് പകരം കല്ലും മണ്ണും കൊണ്ട് ഒരു കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കാം. ഉണ്ണി, എന്റെ പൊന്നുമോൻ എനിക്ക് കിട്ടിയല്ലോ. ഭൂതമേ, ഇതെന്തായത്? അല്ല, ഇതെന്റെ ഉണ്ണി അല്ല. ഇതല്ല എന്റെ ഉണ്ണി. പെറ്റവയറിനെ വഞ്ചിച്ച പൊട്ട ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. അയ്യോ, എന്നെ ശപിക്കല്ലേ. ഉണ്ണിയെയും നിന്റെ കണ്ണുകളെയും ഞാൻ നിനക്ക് തിരിച്ചു തന്നേക്കാം. എനിക്ക് ഉണ്ണിയെ അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടാ. പക്ഷെ നിന്റെ ഈ സ്നേഹത്തോളം വരില്ല അതൊരിക്കലും. എനിക്ക് കളിക്കാൻ ആരുമില്ല. എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. നീ വിഷമിക്കേണ്ട. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഉണ്ണിയെ കാണാൻ വരാം. അതിനൊരു തടസ്സവും ഉണ്ടാവില്ല. ഇപ്പോൾ ഞങ്ങൾ പോകട്ടെ. ആ അമ്മയുടെ സ്നേഹമാണ് എന്നെ തോൽപ്പിച്ചത്. കുട്ടികളുടെ ചുറ്റിലും ഇന്നും ഭൂതങ്ങൾ കറങ്ങി നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഭൂതപ്പാട്ടിലെ പോലെ കുട്ടികളെ സ്നേഹിക്കുന്ന ഭൂതങ്ങളല്ല. കുട്ടികളെ ഇല്ലാതാക്കുന്ന, അവരുടെ ജീവിതങ്ങൾ ഇല്ലാതാക്കുന്ന ഭൂതങ്ങൾ. നമ്മുടെ തിരക്കിനിടയിൽ നമ്മൾ നമ്മുടെ കുട്ടികളെയും അവരുടെ ജീവിതത്തെയും കാണാൻ മറന്നു പോകരുത്. ചെറിയ സ്ക്രീനിലെ നോട്ടിഫിക്കേഷനുകളിലും കോളുകളിലും ഒതുങ്ങുന്നതാകരുത് നമ്മുടെ സ്നേഹം. അവരെ ചേർത്ത് പിടിച്ച് ചുറ്റുപാടുകളെ കാണാൻ പഠിപ്പിക്കണം, സ്നേഹിക്കാൻ പഠിപ്പിക്കണം, സ്നേഹിക്കണം. പക്ഷേ എവിടെയാണ് ഉണ്ണിയുടെ വീട് എന്ന് ചോദിക്കാൻ ആ ഭൂതം മറന്നുപോയി. അങ്ങനെ ഇപ്പോഴും ആ ഭൂതം ഉണ്ണിയെയും തിരഞ്ഞ് ഒരുപാട് വീടുകളിൽ കയറിയിറങ്ങുന്നുണ്ട്. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ, അയ്യയ്യ വരവം വിളിപ്പൂങ്കല മെയ്യിലണിഞ്ഞകരിമ്പൂതം. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ, അയ്യയ്യ വരവം വിളിപ്പൂങ്കല മെയ്യിലണിഞ്ഞകരിമ്പൂതം.